ഇതാണ് ഗൈസ് വിവോ പുറത്തിറക്കിയിട്ടുള്ള പൂക്കി ഫോൺ വിവോ X200F. വളരെ നല്ലൊരു ഡിസൈനും അതുപോലെ തന്നെ കയ്യിലൊക്കെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് വിവോ X200F. ക്യാമറ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഡിസൈൻ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബെറ്റർ എക്സ്പീരിയൻസ് തരുന്ന നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് വിവോ X200F. അപ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിവൈസ് ബൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഡിസൈനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഡിസൈനാണ്. പ്രീമിയം ഒരു ഡിസൈൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന്. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ക്യാമറ മൊഡ്യൂളാണ്. ക്യാമറ മൊഡ്യൂൾ കാണുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ലൊരു ബ്യൂട്ടിഫുൾ ആൻഡ് ഒരു പ്രീമിയം ഫീല് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ മൊഡ്യൂൾ തരുന്നുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈനും കളേഴ്സും ഒക്കെ വളരെ നല്ല കളേഴ്സാണ്. ഈ കാണുന്ന കളർ വേരിയൻസിലൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കളേഴ്സ് വരുന്നത്. ഡിസ്പ്ലേന്റെ ബെസൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമൽ, വളരെ സ്ലിം ആണ്. യൂണിഫോം ബെസൽസ് ആണ്. കാണുമ്പോൾ തന്നെ വളരെ ഇംപ്രസീവ് ആൻഡ് അട്രാക്റ്റീവ് ആണ്. 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 120 ഹെർട്സിന്റെ POLED Zeiss ഡിസ്പ്ലേ ആണ്. Zeissന്റെ കൊളാബറേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. വളരെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും. ഇപ്പോൾ ഡിസ്പ്ലേ കളർ കാലിബ്രേഷനിലൊക്കെ Zeissന്റെ കൊളാബറേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ വളരെ ബെറ്റർ ആയി. പിന്നെ നമുക്ക് ഇതിന്റെ ക്യാമറ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫി എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ലതായിരിക്കും. സെൽഫിയിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ തരുന്നത്. പിന്നെ നമുക്ക് ഈ സ്മാർട്ട് ഫോണിന്റെ മെയിൻ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 മെഗാ പിക്സലിന്റെ Zeiss മെയിൻ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. Zeissന്റെ കൊളാബറേഷൻ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം ക്യാമറ പെർഫോമൻസ് ബെറ്റർ ആണ്. ക്യാമറ ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലാരിറ്റി ഉള്ള നല്ലൊരു അടിപൊളി ഇമേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ 50 മെഗാ പിക്സലിന്റെ സൂപ്പർ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസും ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. 100x സൂമിൽ നമുക്ക് ഫോട്ടോസ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ 8 MB അൾട്രാ വൈഡ് ലെൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതോടൊപ്പം തന്നെ Zeissന്റെ മൾട്ടി ഫോക്കൽ പോർട്രേറ്റ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ വളരെ നല്ല പോർട്രേറ്റ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ സ്മാർട്ട് ഫോണിൽ വെച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി മോഡ്സ്, അതുപോലെ തന്നെ AI ഇമേജ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള ഇമേജുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കോമ്പാക്ട് ആയിട്ടുള്ള ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഫീലും നമുക്കിപ്പോൾ പോക്കറ്റിൽ ഇടാനാണെന്നുണ്ടെങ്കിലും ടോട്ടലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ നല്ല സിമ്പിൾ ആയിരിക്കും. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്ററി പെർഫോമൻസ് ആണ്. ഈ സ്മാർട്ട് ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമ്പാക്ട് ആയിട്ടുള്ള ഡിവൈസ് ആണ്. ഈ കോമ്പാക്ട് ആയിട്ടുള്ള ഡിവൈസിൽ ബാറ്ററി പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6500 mAh ബാറ്ററി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 90 വാട്ടിന്റെ ഫ്ലാഷ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഫോണിൽ നിന്ന് 6500 mAh ബാറ്ററി പെർഫോമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബെസ്റ്റ് ഗൈസ്. പിന്നെ അതുപോലെ തന്നെ IP68 IP69 വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ചാടി വീണ് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിന്റെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ Dimensity 9300 പ്ലസ് ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. വലിയൊരു ലേറ്റസ്റ്റ് ചിപ്സെറ്റ് അല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചിപ്സെറ്റ് ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ സ്റ്റീരിയോ ഡുവൽ സ്പീക്കേഴ്സ് ആണ് ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത്. സൗണ്ടിന്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും വളരെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. സർക്കിൾ ടു സെർച്ച്, ലൈവ് ടെക്സ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഫീച്ചേഴ്സും, പിന്നെ AI ഇമേജ് സ്റ്റുഡിയോ, ഈ സ്മാർട്ട് ഫോണിന്റെ ഗാലറിയിൽ തന്നെ ഒരുപാട് AI ടൂൾസും ഒരുപാട് ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട്. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഓവറോൾ പെർഫോമൻസും ഓവറോൾ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് തന്നെ എന്തായാലും നമുക്ക് പറയാൻ പറ്റും. ക്യാമറ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ ടോട്ടലി ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ സോഫ്റ്റ്വെയറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ഫൺ ടച്ച് OS 15 ആണ് വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഇയേഴ്സിന്റെ മേജർ അപ്ഡേറ്റും 5 ഇയേഴ്സിന്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ആളുകളും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അത് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ ചെക്കൗട്ട് ചെയ്തിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണ്ടേ എന്നുള്ളത് തീരുമാനിക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ സ്മാർട്ട് ഫോൺ റിലേറ്റ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.